അതെ, ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു അനിയത്തി പറഞ്ഞാൽ എൻ്റെ വൈഫ് കേട്ടോ, ഞാൻ എൻ്റെ അനിയത്തി തന്നെയാണ്. അവൾക്ക് ഞാനൊരു ബാഗ് ഫ്ലിപ്കാർട്ടിൽ കൂടെ ഓർഡർ ചെയ്തു. എനിക്കറിയില്ല സംഭവം എങ്ങനെയാണെന്നൊക്കെ. അവസാനം തപ്പി പിടിച്ചൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ആ സാധനം വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്. അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കും. നോക്ക്, നമുക്കറിയാലോ എങ്ങനെയുണ്ട് ബാഗ് എന്ന് അറിയാലോ അല്ലേ. അതെന്താ ഒരു നോക്കിയതാ കളറല്ലേ, സാധനം എന്താ നോക്കിയതാവും ചിലപ്പോ. എത്ര ഇതിന് വില? 250 കേട്ടോ. ഓഫറിൽ വന്നതാണ്. ആ സംഭവം സൂപ്പറാണല്ലോ. അത് കളയണ്ട, വേസ്റ്റ് കൊണ്ടിടാം. നോക്ക്, ഡാമേജ് ഒന്നും ഇല്ലല്ലോ ഒന്ന്. ആ രസമുണ്ടേ അല്ലേ. ഓ, അപ്പോൾ നോക്കി വാങ്ങാൻ അറിയാലേ. അമ്മായിക്കൊന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. കഴിഞ്ഞോ അതിൻ്റെ ഓഫർ? ഉണ്ടോ? എന്താണ്? ആ നല്ലതാണ് കേട്ടോ. എന്താ അത്? ആ അവിടെ ഗേറ്റ് അടയ്ക്കട്ടെ. ചെറിയ അല്ലേ, കുറേ കാശ് ഇട്ടിട്ടെ പോവും. എത്ര ഉണ്ട്? ഓ ഇത്രയൊക്കെ ഉണ്ട്. എന്നിട്ടാ ഈ പറഞ്ഞ മണ്ടോ ഇല്ലാന്ന്. ഓ സൈഡിലും ഉണ്ട് അല്ലേ. നല്ല ബാഗാട്ടോ. 250 രൂപയ്ക്കൊക്കെ നല്ല ലാഭല്ലേ അല്ലേ. അല്ലേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. ആ നമ്മൾ ഏതാ കളർ പറഞ്ഞിരുന്നത്? ആ കളറല്ല തോന്നുന്നത്. കുഴപ്പമില്ല, കളറിലൊക്കെ എന്തിരിക്കുന്നു. ആ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഞാൻ നേരത്തെ കണ്ടു. സത്യം എന്താ തുറക്കാത്തത് നോക്കിയിരിക്കുന്നു ഞാൻ. ഓ സൂപ്പർ, നല്ലതല്ലേ. അമ്മയ്ക്കൊന്ന് കണ്ട് കാണിച്ചു കൊടുക്കാൻ. ഇല്ലേ ഫ്ലിപ്കാർട്ടിൽ നല്ലതാണ്. അവിടെ സംഭവം സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാഗ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത്. ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലേ. 250 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഫ്രണ്ട്സ്. നല്ലതല്ലേ.